ഇത് ഈ ഒരു സ്റ്റോറിയുടെ മൂന്നാം ഭാഗമാണ്. ഒന്നും രണ്ടും കേട്ടിട്ടില്ലാത്തവർ കേൾക്കാൻ ശ്രമിക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് ആരൊക്കെയോ ചേർന്ന് ബലമായി പിടിച്ചു കഴിപ്പിച്ചൊരു വിവാഹം. കണ്ണടച്ച് തുറന്ന നിമിഷം ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് അപരിചിതനായ ഒരു പുരുഷനൊപ്പം. ഒരു രാത്രി മാത്രം പരിചയം. ശരിക്കും നിങ്ങളുടെ മുഖം പോലും ശരിക്കൊന്ന് കാണുന്നത് ദേ ഇപ്പോഴാണ്. അതുകൊണ്ട് മുഖവരയില്ലാത്ത കാര്യം ഞാൻ തുറന്നു പറയാം. നിങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പരിചയമില്ലാത്ത നിങ്ങളെ എൻ്റെ എല്ലാമായിട്ട് കാണാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഞാനത് പറയുമ്പോൾ അയാൾ ഒരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു, എടോ, ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ തൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ പേടിച്ചു വിറച്ച ഒരു പേടമാനിനെ പോലെ. തൻ്റെ ഈ നിമിഷത്തിൽ എല്ലാ ശക്തിയും ചോർന്നു പോയ പോലെ. താൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും മുഖവരില്ലാത്ത കാര്യങ്ങൾ പറയാം. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. അതൊരിക്കലും ഒരു സഹതാപ സ്നേഹമോ മറ്റൊന്നുമല്ല. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ്. പിന്നെ താൻ പറഞ്ഞത് വെച്ച് എനിക്കൊന്നു മാത്രമാണ് പറയാനുള്ളത്. തനിക്കെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെങ്കിൽ ദേ ഈ നിമിഷം തന്നെ പോകാം. പോകാനോ? എങ്ങോട്ട് പോകാൻ? ഇനി എനിക്കെൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. എൻ്റെ പഴയ ജീവിതത്തിലേക്കും എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഞാൻ കാരണം അല്ലേ? എൻ്റെ ബുദ്ധിയില്ലായ്മ തൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചു. അതെ, നിങ്ങൾ കാരണം തന്നെയാണ്. ഞാൻ തറപ്പിച്ച് പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് അയാൾ തലയിൽ ഒരു നിമിഷം കൈവച്ച് പറഞ്ഞു, എന്താ ഞാൻ തനിക്ക് വേണ്ടി ചെയ്തു തരണ്ടേ? ഇതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇനി ഇതും കൂടെ എൻ്റെ തലയിലേക്ക് വയ്യ. എനിക്ക് എനിക്കൊരു പായും തലയണയും വേണം. ഏ? എന്താ? ജീവിതത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരപരിചിതന് എൻ്റെ മനസ്സും ശരീരം കൊടുക്കാൻ എന്നെക്കൊണ്ട് ഒരിക്കലും കഴിയില്ല. എന്നാൽ നിങ്ങളെ വിട്ടുപിരിയാനും എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം നിങ്ങളെ മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് എന്നെയും മനസ്സിലാക്കാൻ അതിന് കഴിയുമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. അത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അയാൾ എന്നോടൊന്നും പറയാതെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. ശേഷം അലമാരയിൽ നിന്ന് ഒരു കട്ടിയുള്ള ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട്, ദേ പായും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ഇത് വിരിച്ചിട്ട് കിടന്നാൽ മതി. നടുവേദനയും ഒന്നും വരില്ല. ശേഷം അയാൾ എൻ്റെ മുഖത്ത് പോലും നോക്കാതെ കട്ടിൽ കയറി മൂടി പൊതിച്ച് കിടന്നു. ഞാൻ പതുക്കെ അയാളെ ഒന്ന് തട്ടി വിളിച്ചു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരീരത്തൊന്നും സ്പർശിക്കാൻ പാടില്ല എന്നല്ലേ? അറിയാട്ടോ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അയാളത് പറയുമ്പോൾ ഞാൻ ചമ്മലോടെ ചിരിച്ചുകൊണ്ട് ബെഡ്ഷീറ്റ് താഴെ വിരിച്ച് കിടന്നു. കിടന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കട്ടിലിന് മുകളിൽ നിന്നും ഒരു ശബ്ദം. അതെ, എനിക്ക് കൂർക്കം വലിക്കുന്ന ശീലമുണ്ട്. തനിക്കതൊരു ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല എന്ന് ഞാനൊരു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. രാത്രിയിൽ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊന്നും ഉറക്കം വന്നതേയില്ല. കുറച്ച് സമയം വീട്ടിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ചു. അമ്മയില്ലാതെ ഞാൻ ഇതുവരെയും എങ്ങും മാറി നിന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് തന്നെയാണ് കണ്ണടയ്ക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒട്ടും ഉറങ്ങാത്ത ക്ഷീണത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ബെഡ്റൂമിൽ 3 കുട്ടികൾ വന്നു. ശേഷം എൻ്റെ വായിലും മൂക്കിലും എല്ലാം പൊത്തിപ്പിടിക്കുന്ന സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ചേച്ചി വാ ഇങ്ങോട്ട് എന്നെല്ലാം കുട്ടികൾ വിളിക്കുന്നുണ്ട്. ഞാൻ മെല്ലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ കണ്ട ചെറിയമ്മ മുറിയിലേക്ക് വന്നു. കുട്ടികളെ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞ് അവർ 3 കുട്ടികളെയും എൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ എണീറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ താഴെ കിടന്ന കാര്യം ചെറിയമ്മ കണ്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കുന്ന സമയത്താണ് അയാൾ മുറിയിലേക്ക് കയറി വന്നത്. അതെ, പുറത്തു പോകുമ്പോൾ ഇങ്ങനെ വാതിൽ തുറന്നിട്ട് പോകല്ലേ. അവരെങ്ങണം ഞാൻ താഴെ കിടക്കുന്ന കണ്ടാൽ പിന്നെ അതിന് ചോദ്യം പറച്ചിലുമായി. അതുകൊണ്ട് എനിക്ക് വയ്യത്. ഓ, ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചില്ല. തന്നെ അമ്മ അവിടേക്ക് വിളിക്കുന്നുണ്ട്. പോയി കാപ്പി കുടിച്ചിട്ട് വാ. അതെ, നിങ്ങളുടെ പേരെന്താണ്? ഞാനത് ചോദിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു, റാംജിത്ത്. അതിനെന്താ ഇങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞു, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ ശേഷം പേര് ചോദിക്കുന്നത് ഒരു വിചിത്രമായിട്ട് തോന്നി. ശരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം പോകുന്നത് ഏകദേശം അങ്ങനെ തന്നെയല്ലേ? അത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പേരും അറിയില്ലല്ലോ. അറിയാലോ, നിഷ എന്നല്ലേ പേര്? ആ, അതെങ്ങനെ മനസ്സിലായി? ആ, അതെങ്ങനെ മറക്കാൻ പറ്റുമോ? താൻ ഇന്നലെ രാത്രിയിൽ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞില്ലേ? ആ സമയം തൻ്റെ അമ്മ വന്ന് നിഷ എന്ന് വിളിക്കുന്ന കേട്ടു. ഹോ, എനിക്കത് ഓർമ്മ പോലുമില്ല. ഏതായാലും എൻ്റെ പേര് ജാനകി എന്നാണ് കേട്ടോ. വീട്ടിലമ്മ നിഷ എന്ന് വിളിക്കും, അത്രമാത്രമേ ഉള്ളൂ. എന്നെക്കുറിച്ച് കൂടുതലായി എല്ലാം പറയുമ്പോൾ ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റാണ്. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ജോലിക്കൊപ്പം പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്യുന്നുണ്ട്. ഞാനത് പറയുമ്പോൾ അയാൾ എന്നെ ഒന്ന് നോക്കി. ശേഷം എന്നോടായി പറഞ്ഞു, താൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. അതെ, ഞാനൊരു കാര്യം കൂടെ ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. ഇന്നലെ കാണാൻ വന്ന മീര, അത് നിങ്ങളുടെ ആരാണ്?
ഞാനത് ചോദിക്കുന്ന സമയത്ത് അത്രയും നേരം മുഖത്ത് ചിരിയുമായി നിന്ന അയാളുടെ മുഖം പെട്ടെന്ന് വല്ലാണ്ടായി. കണ്ണുകൾ കലങ്ങി തുടങ്ങി. ഒരു വിങ്ങലോടെ അയാൾ അത് പറയാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്നാൽ ഒരു ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ല. എനിക്കെല്ലാമായിരുന്നു. എന്ത് കാര്യത്തിനും ഞാൻ അവളോടാണ് ചോദിക്കുക. എനിക്ക് ഏത് സമയവും അവളെ കാണാം, സംസാരിക്കാം. എൻ്റെ വിഷമങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അവളോട് തുറന്നു പറയാം. അത്രത്തോളം ഡീപ്പായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു കാര്യം ഇനി ഉണ്ടാവില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഞാൻ വിഷമിപ്പിച്ചോ? ഏയ് ഇല്ല. താൻ പോയി ഭക്ഷണം കഴിക്കേ, ചെല്ല്. ശേഷം ഞാൻ കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ റാമിൻ്റെ അമ്മയും ചെറിയമ്മയും പിന്നെ 2 പേർ കൂടി അവിടെ ഉണ്ടായിരുന്നു. വാ മോളെ, ഭക്ഷണം കഴിക്കാം. അവൻ നേരത്തെ കഴിച്ചിട്ട് പോയി. അവന് വിശപ്പെന്നാൽ ഭ്രാന്താണ്. പിന്നെ അമ്മയാണെന്നോ അച്ഛനാണെന്നോ ഭാര്യയെന്നോ നോട്ടമൊന്നുമില്ല. എന്നെ അവർ പിടിച്ചിരുത്തിയ ശേഷം അവരും എനിക്കൊപ്പം തന്നെ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ചെറിയമ്മയുടെ മോളുടെ കല്യാണക്കാരൻ തന്നെയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു പ്രണയവിവാഹത്തെപ്പറ്റി കഥകൾ പറഞ്ഞ ശേഷം ഞാൻ മുറിയിലേക്ക് നടന്നു. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ റാമും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനൊരു പുഞ്ചിരിയോടെ ചെന്ന ശേഷം ആ ബെഡിൽ കുറച്ച് സമയം ഇരുന്നു. എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണമെന്നുണ്ട്. ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു വിവരമില്ല. ഇപ്പം എന്താ ചെയ്യുക? ഏതായാലും ഈ ചൂടൊന്ന് കഴിയട്ടെ. എന്നിട്ട് താൻ അമ്മയെ കാണാൻ പോയാൽ മതി. അല്ലേ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അത്രയും പറഞ്ഞ് ഒരു ബാഗ് കയ്യിൽ വെച്ച് റാം പുറത്തേക്കിറങ്ങി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പണിക്ക് വന്ന ചിലർക്ക് മാത്രം പൈസ കൊടുത്തിട്ടില്ല. ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഞാനും കൂടി വന്നോട്ടെ? എനിക്കിവിടെ ഇരുന്നാൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. ഓരോന്ന് ആലോചിച്ചാലോചിച്ച് അതുകൊണ്ട് ചോദിച്ചതാ. ആം, ഞാൻ ബൈക്കിലാണ് പോകുന്നത്. അത് കുഴപ്പമില്ലെങ്കിൽ എൻ്റെ കൂടെ വരാം. അത് പറഞ്ഞ് റാം പുറത്തേക്കിറങ്ങിയപ്പോൾ ഞാനും കൂടെ പിന്നാലെ പോയി. ഒരു പഴയ ബുള്ളറ്റായിരുന്നു. റാം വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ ഞാൻ പിന്നിൽ നിന്നു. അതെ, കുറച്ച് പിടിച്ചിരുന്നോ? എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാ. പിന്നെ ആ സീറ്റിൻ്റെ പോയിന്റിൽ കയറിയിരുന്നാൽ ബോഡി ടച്ചും ഒഴിവാക്കാം. പിന്നെ ടച്ചായി എന്ന് പറഞ്ഞിട്ട് വരരുത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റാം ഒന്ന് കളിയാക്കി പറയുമ്പോൾ ഞാനും അതിനൊത്തൊന്ന് പിടിച്ചു. അതെ, ഇങ്ങനെ കളിയാക്കണ്ട കേട്ടോ. ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനല്ലാതെ ഗോൾഡും പവിഴമൊന്നുമല്ല. ഞാൻ പറയുന്നത് കേട്ട് ഒരു പുഞ്ചിരിയോടെ റാം വണ്ടിയെടുത്തു. വണ്ടി ചലിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം കുറച്ച് സ്പീഡിൽ പോയി. എങ്കിലും പാടത്തിന് നടുവിലായപ്പോൾ വണ്ടി സ്വല്പം സ്പീഡ് കുറഞ്ഞു. പാടത്തിന്റെ നടുവിലൂടെ ഒരു കുഞ്ഞു റോഡാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തോട്ടിക്കിടക്കും. റാം പതുക്കെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന് പിന്നിലിരുന്നു. പാടത്തെ കൊക്കിനെയും നീർക്കാക്കകളെയും അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ ഒരു നിമിഷം എത്ര മനോഹരമായിരുന്നു. കുഞ്ഞുനാളിൽ കണ്ട ചില കാഴ്ചകൾ വീണ്ടും അങ്ങനെ നോക്കിയിരിക്കാൻ കണ്ടൊരു അവസരം പോലെ. ഈ ഒരു ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 4ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.